മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ മരിക്കുന്നവരെല്ലാം എങ്ങോട്ടാ പോകുന്നേ അച്ഛ? സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം ഇവ ഉണ്ടോ? അതോ ഇവയൊക്കെ സഭ പഠിപ്പിക്കുന്ന സഭയുടെ വെറും സൃഷ്ടികൾ മാത്രമല്ലേ? സ്വർഗവും നരകവുമൊക്കെ ഈ ലോകത്തിൽ തന്നെയല്ലേ ഉള്ളത്? നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ അവിടെ സ്വർഗവും, മോശമായിട്ട് ജീവിച്ചാൽ അവിടെ നരകവും. അതല്ലേ യാഥാർത്ഥ്യം? പലപ്പോഴും യുവജന സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലതാണ് ഇവയൊക്കെ. ഏകദേശം ഇതിന് സമാനമായ ഒരു ചോദ്യവുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ സദ്ദുക്കായർ എന്ന ഒരു കൂട്ടം ആളുകൾ ഈശോയെ സമീപിക്കുന്നതും. ആരാണ് ഈ സദ്ദുക്കായർ? മരിച്ചവരുടെ ഉയർപ്പിൽ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ പുനരുത്ഥാനം ഇല്ലെന്ന് വിശ്വസിക്കുന്ന വിദ്യാസമ്പന്നരായ, ഉയർന്ന ജീവിത നിലവാരമുള്ള പുരോഹിത ഗണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണിത്. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ഈശോയെ ഉത്തരം മുട്ടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അവർ സമീപിക്കുക. നിയമാവർത്തന പുസ്തകം 25-ാം അധ്യായം 5-ാം വാക്യത്തിലെ സഹോദരധർമ്മം എന്ന വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അവരുടെ ചോദ്യവും. ചോദ്യം ഇതാണ്: അവരുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. സന്താനമില്ലാതെ ഭാര്യയെ സഹോദരന് വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു. അങ്ങനെ 7 പേരും മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവൾ ഇവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നുവല്ലോ. അവർക്കുള്ള മറുപടിയായിട്ട് ഈശോ പറഞ്ഞു, മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ട്, അവരുടെ ജീവൻ നശിക്കുന്നില്ല, അവർ ഇന്നും ജീവിക്കുന്നു എന്ന് വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോ അവരെ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തില് മോശ തന്റെ അമ്മായിയപ്പൻ ജത്രോയുടെ ആടുകളെ മേയിച്ചു നടക്കുന്ന അവസരത്തിൽ മുൾപ്പടർപ്പ് കത്തിച്ചാമ്പലാകുന്ന ഭാഗം നാം വായിക്കുന്നുണ്ട്. അവിടേക്ക് ഓടിച്ചെന്ന മോശയോട് കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മോശയ്ക്ക് 400 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയവരാണ് പൂർവ്വപിതാക്കന്മാരായ അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും. ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് കർത്താവ് പറയുമ്പോൾ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് ദൈവം അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ മരിച്ചുപോയ അബ്രാഹത്തിൻ്റെയും മരിച്ചുപോയ ഇസ്ഹാക്കിൻ്റെയും മരിച്ചുപോയ യാക്കോബിൻ്റെയും ദൈവമാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അവർ ഇന്നും ജീവിക്കുന്നു എങ്കിൽ തീർച്ചയായും മരിച്ചവർക്ക് ഉയർപ്പുണ്ട് എന്ന് ഈശോ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ 2 കൂട്ടരുടെയും ഫോക്കസ് നാം ശ്രദ്ധിക്കണം. അതായത്, ഈശോ പഠിപ്പിക്കുന്നത് നിത്യജീവിതത്തെക്കുറിച്ചും സദ്ദുക്കായർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിത്യനാശത്തിലേക്കുള്ള, ഈ ലോക ജീവിതത്തിനപ്പുറം വേറൊരു ജീവിതമില്ലെന്നുള്ള മിഥ്യാധാരണയിലേക്കും. ഈ ലോക ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന മിഥ്യാധാരണയിൽ ഇക്കൂട്ടർ ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതം ക്ഷണികമാണെന്നും ഈ ലോക ജീവിതത്തിനപ്പുറമാണ് ശാശ്വതമായ ജീവിതമുള്ളത് എന്നും ഈശോയും സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ചുരുക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ മനുഷ്യർ വച്ചു പുലർത്തുന്ന 2 മനോഭാവങ്ങളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന പാഠം. ജീവിതം ഒന്നേയുള്ളൂ, അത് മതിമറന്ന് ആഹ്ലാദിക്കാൻ ഉള്ളതാണെന്നും എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുമെന്ന കാഴ്ചപ്പാടോടെ മരണ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു വശത്ത്, എന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും വിധി ദിവസത്തിൽ ഞാൻ കണക്ക് കൊടുക്കണമെന്നുള്ള ചിന്തയിൽ ദിവസം തോറും നിത്യജീവന് വേണ്ടി ഒരുങ്ങുന്ന മറ്റൊരു കൂട്ടർ. നാം ഇതിൽ എവിടെ നിൽക്കുന്നു? മരണ സംസ്കാരത്തിൻ്റെ നിത്യനാശത്തിൻ്റെ പിടിയിലാണോ ഞാൻ? അതോ നിത്യജീവന്റെ വഴിയിലാണോ? മനുഷ്യരുടെ കണ്ണിൽ നമുക്ക് പൊടിയിടാൻ എളുപ്പത്തിൽ കഴിയും.
എന്നാൽ എല്ലാം അറിയുന്ന സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ ഒരു അകൃത്യവും മറയ്ക്കപ്പെടുന്നില്ല എന്ന തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.